ഞങ്ങളുടെ ലക്കി ബേബിയുടെ ഫോട്ടോഷൂട്ടിന് വന്നാണ് കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ ഫോട്ടോഷൂട്ടാണ്. ആളിതവിടെ കളിക്കാൻ. ലക്കി ലക്കി എന്താ ചെയ്യുന്നത്? ഡാഡി മമ്മിയുണ്ട്. അപ്പൊ ഞങ്ങൾ ഫോട്ടോഷൂട്ടിന്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം. ഇത് എവിടെയാ സ്ഥലം? പരപ്പനങ്ങാടി അജന്ത സ്റ്റുഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ജിയോ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പം എങ്ങനെ എന്തെന്നൊന്നും അറിയില്ല, കുഴപ്പമില്ലാന്ന് തോന്നിയിട്ട് വന്നാൽ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പറയാം ബാക്കി വിശേഷങ്ങളൊക്കെ. അപ്പൊ ഫോട്ടോഷൂട്ട് ഇവിടെ തുടങ്ങാൻ പോവാണ്. കളിക്കാൻ വന്നതാണ്. തുടങ്ങായിട്ടോ. ലക്കി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല ഗൈസ്. ലക്കി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ലക്കീനെ പിടിച്ചു കെട്ടാൻ ഒരു മാർഗമില്ല. അയ്യോ, ഈ പിള്ളേരെ ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ അപാരമാണ് കേട്ടോ. ഞങ്ങൾ 12 മണിക്കേറ്റ് അവിടെ എത്തിയിട്ട് 3-3:30 ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ. കാരണം ആ ഫോട്ടോഗ്രാഫറെ സമ്മതിക്കണം, അവ അത്രയും നല്ല രീതിയിലാട്ടോ. കുറേ നേരം അവ ഇടയ്ക്ക് കരയുമ്പോൾ അവന് ഫുഡ് കൊടുക്കാനും ഫീഡ് ചെയ്യാനും ഒക്കെ കഴിയുമ്പോൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, അങ്ങനെയല്ല അവൻ്റെ മൂഡിനനുസരിച്ച് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയായാലും അവളുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അത്രയും അവനെ മാനേജ് ചെയ്യാൻ കുറച്ച് റിസ്ക് ചെയ്യുന്നു. ആൾക്കിങ്ങനെ ഇരിക്കാനുള്ള ഒരു ഇഷ്ടമില്ല, ഇങ്ങനെ ഓടി നടക്കണം. അങ്ങനെയൊക്കെ ഒരു ദേഷ്യവും ചൂടൊക്കെ കൂടി ആയിട്ട് ലൈറ്റ്സിനൊക്കെ മുന്നിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയപ്പോഴുള്ള ആ ഒരു ഇറിറ്റേഷനാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് അതൊക്കെ വെച്ച് ഇങ്ങനെ സോപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഒപ്പിച്ചു. കുട്ടികളായിട്ട് ഫോട്ടോക്കെ എത്ര ബുദ്ധിമുട്ടാണ്. അതായി വലിയ കുട്ടിക്ക് അത് വേണ്ടേ. ഞാനിപ്പോ ഡ്രസ്സിലൊന്നാക്കാം. ചിൽ പൊടിക്കാം. ലക്കി നോക്ക്. ആദ്യത്തെ ഒരു സജഷനാണ് നമ്മളെ ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ട്, ഞങ്ങൾ എഡിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കാം. അവൻ പറയുന്നത് ഞങ്ങൾ ഭംഗിയില്ല കിട്ടും. ഞങ്ങൾ ഫോട്ടോ കാണില്ല, അവിടെ ലൈറ്റ് ഒക്കെ വെച്ച് ഇപ്പൊ നിൽക്കണോ കണങ്ങാതെ. ഫോട്ടോഗ്രാഫർ അവ ഒരുപാട് ഫോട്ടോ കുറേ ക്ലിക്ക് ചെയ്തിട്ടോ ലക്കിനെ ഒന്നും കിട്ടണില്ല. അതാണ് ഞങ്ങളെ ഫോട്ടോനെ പറ്റി എന്താ അഭിപ്രായം. ഇപ്പൊ ഒന്നും ഇല്ല അറിയുന്നുണ്ട്. പോസ്റ്റ് ചെയ്യാൻ ഫോട്ടോ എടുക്കാനുള്ള പാടൊക്കെ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആ കൈ വന്നിട്ട് എന്നിട്ട് കൊടുത്ത് ഓടിക്കാം. രംഗച്ചേട്ടൻ കാണിക്കില്ല. ശരിക്കും കഷ്ടപ്പെട്ടത്. അപ്പൊ കാക്കോട്ട് കഞ്ഞി കൊടുക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോയും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് എടുക്കണം. അത് നോക്കാം. അങ്ങനെ ഇതാ ഫൈനലി എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ എഫേർട്ടിൻ്റെ ഒക്കെ, പ്രത്യേകിച്ച് ഇവരുടെ കേട്ടോ ഫോട്ടോഗ്രാഫിൻ്റെ ഒക്കെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് നല്ല പിക്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹാപ്പിയാണ് ഒരു സർവീസിലൊക്കെ. പിന്നെ ഒരു ചെറിയ വിഷമം എന്താ വെച്ചാൽ അവർ അഫോർഡബിൾ പ്രൈസിൽ, അതായത് 1500 രൂപയാണ്. അതായത് അവർ 7 ഫോട്ടോസാണ് പറഞ്ഞത്. ആ 7 ഫോട്ടോസ് അവർ എഡിറ്റ് ചെയ്ത് തരും. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഇപ്പോൾ ഇതിന് മുന്നേ ഒക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ എടുക്കുമ്പോഴും ചില സ്ഥലത്തല്ല എനിക്കധികം അനുഭവം ഉണ്ടായത് അങ്ങനെയാണ് കേട്ടോ. എന്താ വെച്ചാൽ അവരെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ JPG അവർ നമുക്ക് അയച്ചു തരുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറയും.
ഓക്കെ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പോൾ നന്നാവാത്ത ഫോട്ടോസ് ഉണ്ടാവുമല്ലോ, അത് നമ്മളതിലുണ്ടാവും. അപ്പോൾ നമുക്ക് തന്നെ ഫോണിൽ നിന്ന് വേണമെങ്കിൽ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ടതിൻ്റെ ശേഷം സ്റ്റാറ്റസ് ഇടുക അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോൾ ചില പിക്സ് തന്നെ കുട്ടികൾ ചില ഭാഗം നന്നായിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് തോന്നില്ല അയ്യോ അത് വേണമായിരുന്നു എന്നൊക്കെ. പക്ഷേ അവർ 7 ഫോട്ടോ ആണ് ഡിമാൻഡ് ചെയ്യുന്നത്, അവർ എഡിറ്റ് ചെയ്ത് തരും. എക്സ്ട്രാ നമ്മളെ ബാക്കിയുള്ള ഫോട്ടോസ് നമുക്ക് ഇങ്ങനെ ചേപ്പിച്ചായിട്ട് അയച്ച് തരാൻ പറഞ്ഞാലും അങ്ങനെ തരുന്നില്ല, അങ്ങനെ തരില്ല എന്ന് അവിടുത്തെ റൂൾ അങ്ങനെയാണ് അത്രേ. പിന്നെ വേണം എക്സ്ട്രാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ഫോട്ടോ 200 റുപ്പീസ് കൊടുത്തിട്ട് വേണം നമുക്ക് മേടിക്കാം. അങ്ങനെ ഒരു ചെറിയൊരു വിഷമം മാത്രം തോന്നി, ബാക്കിയൊക്കെ ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ എന്താ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് ഫൈനൽ ലുക്ക് എന്താവുമെന്ന് നമുക്കറിയാം. ലക്കി, ആർ യു ഹാപ്പി? അപ്പോൾ ഇത്രയുള്ള ഞങ്ങളെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഡിസ്ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുക.